2024 കേരള PSC നടത്തിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/2024. 1. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഉത്തരം സി. സമ്പദ് കൗമുദി. 2. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഉത്തരം ബി. DK കർവേ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കർവേ. വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല DK കർവേ സ്ഥാപിച്ച വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1916 സ്ഥാപിച്ചത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കർവേയാണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1916. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഇനി ആ സ്ഥാപനത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ചുരുക്കപ്പേര് SNDT എന്നും പറയട്ടോ. ശ്രീമതി നാദിബായ് ദാമോദർ താക്കർ വുമൺസ് യൂണിവേഴ്സിറ്റി എന്നാണ് കേട്ടോ. ശ്രീമതി നാദിബായ് ദാമോദർ താക്കർ വുമൺസ് യൂണിവേഴ്സിറ്റി. പേരെന്താണെന്ന് ചോദിച്ചാൽ ശ്രീമതി നാദിബായ് ദാമോദർ താക്കർ വുമൺസ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കർവേ. DK കർവേൻ്റെ 1916 മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. ചുരുക്കപ്പേര് SNDT എന്നും പറയും. ശ്രീമതി നാദിബായ് ദാമോദർ താക്കർ വുമൺസ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ബി. മറാത്തി. 4. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം സി ആണ്. അബിന്ദ്രനാഥ ടാഗോർ. 5. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ. ഉത്തരം എ ആണ്, 1 തവണ. 6. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഉത്തരം സി. NV കൃഷ്ണവാര്യർ. 7. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഉത്തരം ബി. റഷ്യ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ്. 8. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഉത്തരം എ. ബാലഗംഗാധര തിലക്. 9. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഉത്തരം എ. പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഇത് നടന്ന വർഷം എന്നാണ്? 1946. ഇനി കല്ലുമാല സമരം നടന്നത് എന്നാണ്? 1915 കൊല്ലത്ത് വെച്ചാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി സമരം നടന്നത് എന്നാണ്? 1936. കയ്യൂർ സമരം നടന്നത് എന്നാണ്? 1941. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ്? 1946. കല്ലുമാല സമരം നടന്നത് 1915. ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936. കയ്യൂർ സമരം നടന്നത് 1941. 10. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ്
1806 നടന്നത്? ഉത്തരം സി ആണ്, വെല്ലൂർ കലാപം. 1806 വെല്ലൂർ കലാപം നടന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപമാണ്. സന്യാസി കലാപം നടന്നത് എന്നാണ്? 1863 മലബാർ കലാപം നടന്നത് 1921 ശിപായി കലാപം നടന്നത് 1857 മെയ് 10 മീററ്റിലാണ് കേട്ടോ. മീററ്റിലാണ്. മലബാർ കലാപം ജൂലൈ 10 കേട്ടോ. 1806 നടന്ന കലാപം ഏതാണെന്ന് ചോദിച്ചാൽ വെല്ലൂർ കലാപമാണ്. സന്യാസി കലാപം നടന്ന വർഷം 1863 മലബാർ കലാപം നടന്നത് 1921 ജൂലൈ 10 ശിപായി കലാപം നടന്നത് 1857 മെയ് 10 മീററ്റിലാണ്. ഇനി അടുത്തത് 11. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം എ ആണ്, ജി ശങ്കരക്കുറുപ്പ്. 12. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം എ കുമാരനാശാൻ. 13. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? കെ എം മുൻഷി. ഉത്തരം എ ആണ്, കെ എം മുൻഷി. 14. 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. ഉത്തരം ആർട്ടിക്കിൾ 338B ആണ്. 15. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? ഉത്തരം സി, അനുച്ഛേദം 21A, അതായത് ആർട്ടിക്കിൾ 21A. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. 16. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായ നാണയം പുറത്തിറക്കിയ രാജ്യം. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായ നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. 17. യൂണിയൻ ലിസ്റ്റിന്റെ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിന്റെ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം. 18. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? തന്നിട്ടുള്ള പ്രസ്താവനയിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളവ ഏതെല്ലാമാണ്? 1. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. 2. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഏതാണ്? ഉത്തരം സി ആണ്, 1, 3, 4. അശോക് രുദ്ര AS മാതൃകയാണ് കേട്ടോ ഇവിടെ. അശോക് രുദ്ര AS മാതൃക എന്നും അതുപോലെ തന്നെ CR മാതൃക, ഗാഡ്ഗിൽ മാതൃക എന്നൊക്കെ പറയട്ടോ. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായതല്ല. അശോക് രുദ്ര AS മാതൃക അല്ലെങ്കിൽ CR ഗാഡ്ഗിൽ മാതൃക എന്നും പറയും. 19. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നതാണ്. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ നീതി ആയോഗ് എന്നാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി, അതായത് തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. തെറ്റാണ്. 20.
ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 21 നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ എന്തു സംഭവത്തെക്കുറിച്ചാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെക്കുറിച്ചുള്ളതാണ്? ഉത്തരം ഡി, ഗാന്ധിജിയുടെ മരണം. 22 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയൻ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നതാണ്? ഉത്തരം എ ആണ്, മൈസൂർ. 23 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? 2023 ഒക്ടോബർ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചത്? ഉത്തരം ഡി ആണ്, ഓസ്ട്രേലിയ. 24 ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏത്? ഉത്തരം സി ആണ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 2025 മെയ് 22 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. 2025 മെയ് 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യം സമർപ്പിച്ചത്. ഇനി 25 തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഉത്തരപർവ്വത മേഖലയുമായി ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സി ആണ്, 3-5 ഗുജറാത്തും മധ്യപ്രദേശും. 26 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ്. ശരിയാണ്, ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ്. ഏത്? ആരവല്ലി. ഈ പർവ്വത നിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വത നിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ശരിയാണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. ശിവാലിക് കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശിവാലിക് കുന്നുകളിലാണ് കേട്ടോ. ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് ഇതാണ്, ശിവാലിക് കുന്നുകളിലാണ്. ശിവാലിക് കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഉത്തരം എ ആണ്, വടക്കൻ സർക്കാർ തീരം. 28 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ട നാഗ്പൂർ. 29 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഉത്തരം എ ആണ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. 30 അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? ആരാണ്? ഉത്തരം സി ആണ്, UN സെക്രട്ടറി ജനറൽ. 31 പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് ഏത്? 31 ഡി ആണ്, ഛത്തീസ്ഗഡ്. 32 ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഉത്തരം ബി, ഇറാൻ. 33 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ബി ആണ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്.
34 ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകൾ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചത്. ഉത്തരം 1 കണ്ണൂരും 2 കാസർഗോഡുമാണ്. ഉത്തരം എ ആണ് കേട്ടോ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂരും കാസർഗോഡും. 35 കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം ഉത്തരം എ ആണ്, 78. 36 താഴെ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ചേരാത്തത് അഷ്ടമുടി കായൽ. 37 പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. 38 തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഉത്തരം ബി ആണ്, ഷോളയാർ പാലക്കാട്. ഷോളയാർ പാലക്കാട്. അപ്പോൾ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഷോളയാർ പാലക്കാട്. പാലക്കാടല്ല, തൃശ്ശൂരാണ് കേട്ടോ. ശരിയായത് തൃശ്ശൂരാണ്. അപ്പോൾ പള്ളിവാസൽ ഇടുക്കിയാണ്, കുറ്റ്യാടി കോഴിക്കോടാണ്, ഷോളയാർ പാലക്കാടല്ല, തൃശ്ശൂരാണ്, കല്ലട കൊല്ലം. 39 ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആറളം. ആറളമാണ്. ആറളം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂരാണ്. അപ്പം ബാക്കി കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാർ ഇതൊക്കെ ഇടുക്കി ജില്ലയിലാണ്. 40 വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ബി ആണ്, ഇരവികുളം ദേശീയോദ്യാനം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനമാണ് വരയാടുകളെ പ്രധാനമായും കാണുന്നത്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം എവിടെയാണ്? മതികെട്ടാൻ ചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. അതുപോലെ തന്നെ സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട്. പാലക്കാട്. പാമ്പാട് ചോല ദേശീയോദ്യാനം. പാമ്പാട് ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. പാമ്പാട് ചോല ദേശീയോദ്യാനം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. 1978 നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇരവികുളമാണ്. 1978 മാർച്ച് 31 ഇത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കാനാണ് കേട്ടോ. ഇതിന് സ്ഥലം ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ്? അതും ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കിയിൽ മൂന്നാറിനടുത്താണ് കേട്ടോ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയിലാണ്. 1978 മാർച്ച് 31 ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അതിൻ്റെ മുമ്പ് 1975 ഇരവികുളം രാജമല വന്യജീവി സങ്കേതമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാമ്പാട് ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. 2003 ഇതിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. അപ്പോൾ പാമ്പാട് ചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചത് ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ 1978 മാർച്ച് 31 ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ പാമ്പാട് ചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. 2003 ഇത് നിലവിൽ വന്നത്. 41 ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 42 ഈ
ഈ തവണത്തെ അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി അത്ലറ്റിക്സ്. 43. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഉത്തരം ഡി ആണ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. 44. നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്, സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗർ യോജന. 45. ബ്രിട്ടീഷ് ഭരണത്തെ വൻ നീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി വൈകുണ്ഠസ്വാമികൾ. 46. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഡി ആണ്, ഇന്ത്യ. 47. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത്? ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ഉത്തരം സി ആണ്, ദഹനം സുഗമാക്കാൻ. 48. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. 49. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം എ ആദിത്യ L1. 50. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഉത്തരം സി വിരാട് കോഹ്ലി. 50. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? മികച്ച നടനുള്ള 69ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? ഉത്തരം എ അർജുൻ. 52. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? പാരീസ്. 53. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം സി അപര്യാപ്തത രോഗങ്ങൾ. 54. താഴെ തന്നിരിക്കുന്നതിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ? താഴെ തന്നിരിക്കുന്നതിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ? ഉത്തരം ഡി പവിത്ര അന്നപൂർണ. 55. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഡി ആണ്, മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. 56. എല്ലുകളുടെയും പല്ലുകളുടെ നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? 1 കാൽസ്യമാണ്, 2 ഫോസ്ഫറസ്. ഉത്തരം എ ആണ് കേട്ടോ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ 1 കാൽസ്യം, 2 ഫോസ്ഫറസ്. 57. താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? 1 മലമുഴക്കി വേഴാമ്പൽ, പിന്നെ മലബാർ വെരൂക. ഉത്തരം സി ആണ് കേട്ടോ. 58. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഉത്തരം എ ആണ്, കോഴിക്കോട്. 59. ഐക്യരാഷ്ട്ര സംഘടന 2003 ഏതു വർഷമായാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ഡി ചെറുധാന്യങ്ങൾ. 60. ചില ലോഹങ്ങളും അവിടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ചില ലോഹങ്ങളും അവിടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഉത്തരം ബി ആണ്, സിങ്ക് ഗലീന. 61. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഉത്തരം സി ആണ്, മാസും പ്രവേഗവും. 62. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മോങ്കി ബവെൻഡി, ലൂയിസ് ഇ ബ്രൂ, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടസ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം സി ആണ്, 4 മാത്രം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. 64. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന
പ്രൊപ്പല്ലന്റ് ഏത്? ഡി ആണ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. 65 എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം എ ആണ്, 3. 66 ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം സി ആണ്, 1ഉം 4ഉം. 1 ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കവൻഡിഷ് ആണ്. 4 സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. 67 ജലജന്യ രോഗമായ ഡയോറിയക്ക് കാരണമായ രോഗാണു ഏത്? ഉത്തരം എ, ബാക്ടീരിയ. 68 കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? ഉത്തരം ഡി ആണ്, 1 മന്ത്, പിന്നെ മലമ്പനി. 69 ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകൾ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ഉത്തരം സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണിത്. പിന്നെ ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തരം എ ആണ് കേട്ടോ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം എ ആണ്, വാക്സിനുകൾ എല്ലാ കുത്തിവയ്പ്പിലൂടെയും നൽകുന്നവയാണ്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടേക്കിൻ വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെ പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ശരിയാണ് കേട്ടോ, ജീവിതശൈലി രോഗങ്ങളാണ്. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കാൻ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ്? ഉത്തരം സി ആണ്, 1ഉം 4ഉം ആണ്. ചുറ്റുപാടുകൾ വെള്ളം കെട്ടി നിൽക്കുന്നത് അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചെകുവ അരി ഏതു സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസാം. 2023 ഓഗസ്റ്റിൽ EG5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇനി വരുന്ന 10th പ്രീലിയസ് എക്സാമിനൊക്കെ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എല്ലാവരും നല്ല പഠിച്ചിപ്പോ. താങ്ക് യു.